തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ കുഴിനഖ ചികിത്സാ വിവാദത്തിൽ IAS അസോസിയേഷൻ തള്ളി ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി. ജില്ലാ കളക്ടറുടെ വസതിയിലേക്ക് ഡോക്ടറെ വിളിച്ചു വരുത്താമെന്ന IAS അസോസിയേഷൻ്റെ വാദം പ്രിൻസിപ്പൽ സെക്രട്ടറി തള്ളിക്കളഞ്ഞു. അവധാനതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ എല്ലാവർക്കും വീഴ്ച സംഭവിച്ചുവെന്നാണ് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിൻ്റെ റിപ്പോർട്ട്. അലക്സ് റാം മുഹമ്മദ് വിശദാംശങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് അലക്സ് റാം, പറയൂ. എസ്കാൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. എസ്കാൻ, തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിവാദങ്ങൾ ഒന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഉയർന്നു വന്ന തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിൻ്റെ കുഴിനഖ ചികിത്സാ വിവാദം. അദ്ദേഹത്തിൻ്റെ കുഴിനഖം ചികിത്സിക്കുന്നതിനായി സർക്കാർ ഡോക്ടറെ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയത് വലിയ തോതിൽ വിവാദമായിരുന്നു. സർക്കാർ ഡോക്ടേഴ്സിൻ്റെ സംഘടന അടക്കം ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു. ജോയിൻറ്റ് കൗൺസിലും IAS അസോസിയേഷനും ഒരു തുറന്ന പോരിലേക്ക് പോലും പോകുന്ന ഒരു സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട തലസ്ഥാനത്തുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആ വാർത്തകളുടെയും വിവാദങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് അതിനെപ്പറ്റി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി V വേണു ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറി APM മുഹമ്മദ് ഹനീഷിനെ ചുമതലപ്പെടുത്തുന്നത്. മുഹമ്മദ് ഹനീഷ് ഇതുമായി ബന്ധപ്പെട്ട സംസാരിക്കാനുള്ളവരോടൊക്കെ സംസാരിച്ചു, കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ആ വിവരങ്ങളെല്ലാം എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് അദ്ദേഹം ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദം ഉയർന്നു വന്നതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ IAS അസോസിയേഷൻ പറഞ്ഞത് ഇത്തരത്തിൽ ഡോക്ടർമാരെ വസതിയിലേക്ക് കളക്ടർമാർക്ക് വേണമെങ്കിൽ വിളിച്ചു വരുത്താം, അതിന് ചട്ടമുണ്ടെന്നാണ് അവർ അവകാശപ്പെട്ടത്. പക്ഷേ അത് അങ്ങനെ ഒരു ചട്ടമില്ല എന്ന എതിർവാദവും ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നു. ഇപ്പോൾ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് IAS അസോസിയേഷൻ്റെ ആ വാദം പൂർണ്ണമായി തള്ളിക്കളയുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും വീഴ്ച സംഭവിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് വീഴ്ച, അതായത് കളക്ടർക്കാണോ വീഴ്ച സംഭവിച്ചത്, സൂപ്രണ്ടിനാണോ വീഴ്ച സംഭവിച്ചത്, ഇനി DMAക്കാണോ വീഴ്ച സംഭവിച്ചത്, പരിശോധിക്കാൻ പോയ ഡോക്ടർമാർക്കാണോ വീഴ്ച സംഭവിച്ചതെന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് നിന്ന് എല്ലാവർക്കും വീഴ്ച സംഭവിച്ചു എന്നാണ് മുഹമ്മദ് ഹനീഷിൻ്റെ റിപ്പോർട്ട്. കാരണം ഈ സൂപ്രണ്ട്, അതായത് സൂപ്രണ്ടിനോട് ഡോക്ടറെ ആവശ്യപ്പെടുമ്പോൾ തിരക്കില്ലാത്തൊരു ഡോക്ടറെ നൽകണമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത്. പകരം ആ സർജിക്കൽ OPയിൽ, പ്രത്യേകിച്ച് ജനറൽ ആശുപത്രിയിൽ സർജിക്കൽ OPയിൽ തിരക്കുള്ള സമയത്ത് അവിടെ നിന്നൊരു ഡോക്ടറെ വിട്ടത് ശരിയായില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലുള്ളത്. അതുമാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട കാര്യം കളക്ടറുടെ വസതിയിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് IASൻ്റെ വാദം പ്രിൻസിപ്പൽ സെക്രട്ടറി തള്ളി എന്ന കാര്യം പറഞ്ഞത് മാത്രമല്ല, ഈ കളക്ടറുടെ രോഗവിവരം ഡോക്ടർമാർ പുറത്തു പറഞ്ഞത് ശരിയായില്ല എന്നുകൂടി ഈ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഈ റിപ്പോർട്ട് പ്രിൻസിപ്പൽ സെക്രട്ടറി ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും മറ്റെന്തെങ്കിലും നടപടി വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം ചീഫ് സെക്രട്ടറി ആലോചിക്കൂ. ഈ ഘട്ടത്തിൽ കളക്ടർക്കെതിരെ മറ്റു നടപടിയൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും കളക്ടറടക്കം ഭരിക്കുന്ന റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥരും IAS അസോസിയേഷൻ തമ്മിലുള്ള പോര് അത് അതേപടി നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.